നമസ്കാരം. ഇന്ന് നമ്മൾ സയൻസ് ക്വിസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സയൻസ് ക്വിസിൽ കുറേ അധികം ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 25 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ആ 25 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കാം. ശാസ്ത്രദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജനുവരി 26, ഫെബ്രുവരി 28, മാർച്ച് 22, ഏപ്രിൽ 22. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഉത്തരം ഫെബ്രുവരി 28 ഫെബ്രുവരി 28 നമ്മൾ ഇന്ത്യയിൽ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ചൊവ്വ, ശുക്രൻ, ചന്ദ്രൻ, സൂര്യൻ. ഓർത്തു വയ്ക്കുക, ചന്ദ്രനാണ് നമ്മളുടെ പ്രകൃതിദത്ത ഉപഗ്രഹം. റെഡി? അടുത്ത ചോദ്യം, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കണ്ടിട്ട് അപ്പോൾ തന്നെ പറയാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ശ്വസനം, ദഹനം, പ്രകാശ സംശ്ലേഷണം, ബാഷ്പീകരണം. ഉത്തരം അതെ, പ്രകാശ സംശ്ലേഷണം. റെഡി? അടുത്ത ചോദ്യം, യെസ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓർഗൻ. ഓക്കെ, ഏറ്റവും വലിയ ഓർഗൻ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷനിലേക്ക് പോവാം. കരൾ, ഹൃദയം, ചർമ്മം, ശ്വാസകോശം. അപ്പൊ ഏറ്റവും വലിയ ഓർഗൻ ചർമ്മമാണ്, സ്കിന്നാണ്. റെഡി? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ജലത്തിന്റെ രാസസൂത്രവാക്യം എന്താണ്? ജലം CO2, O2, H2O, H2SO4. ഇത് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 2 ഓക്സിജൻ. മൂന്നാമത്തതാണ് ജലത്തിന്റെ സൂത്രവാക്യം H2SO4, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ H2O. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻ, വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ജെ ബാബ. നമുക്കറിയുന്ന ഉത്തരം തന്നെയാണ് APJ അബ്ദുൽ കലാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? സിറിയസ്, ധ്രുവ നക്ഷത്രം, സൂര്യൻ, പ്രോക്സിമ സെന്റൗറി. ഓർത്തു വയ്ക്കുക, സൂര്യനാണ് നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഓക്കെ, വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ, ക്ലോറോഫിൽ, മെലാനിൻ, കരോട്ടിൻ. ഉത്തരം യെസ്, ക്ലോറോഫിൽ. പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് ആണ്, വർണ്ണകമാണ്. അടുത്ത ചോദ്യം, പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിലൂടെയാണ്? ജലമാണോ, വായുവാണോ, ഗ്ലാസ് ആണോ, ശൂന്യതയാണോ? അത് നമുക്ക് അറിയുന്നത് തന്നെയാണ്, ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഇനി മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 2, 3, 4, 5. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ് 4 അറകൾ അല്ലേ? ഓക്കെ, ഏട്രിയവും വെൻട്രിക്കിളും. 4 ആണ് അതിന് ശരിയായ ഉത്തരം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? നമുക്കറിയാം, നമ്മൾ സ്കൂൾ തുറന്ന് ആദ്യം നടത്തുന്ന പരിപാടി മിക്കവാറും പരിസ്ഥിതി ദിനമായിരിക്കും. ഉത്തരം ജൂൺ 5. ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒക്കെ 5 കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് ആവശ്യമാണ്? ഓക്കെ, പ്രകാശം, മാധ്യമം, ചൂട്, വൈദ്യുതി. ഓർത്തു വയ്ക്കുക, ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഭൂമിയിലെ ഏറ്റവും വലിയ ഗ്രഹമല്ല, ക്ഷമിക്കുക, ചോദ്യം ചെറിയ തെറ്റുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ശനി, വ്യാഴം, ചൊവ്വ, നെപ്റ്റ്യൂൺ. ഓക്കെ, ചോദ്യം ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, ഉത്തരം വ്യാഴം. റെഡി? അടുത്ത ചോദ്യം,
14. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്, ഒരു ഘടകം ഏതാണ്? ക്ലോറോഫിൽ, ഹീമോഗ്ലോബിൻ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്. ഓർത്ത് വയ്ക്കുക, ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് ചുവപ്പ് നിറം. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ഭാസ്കര, ആര്യഭട്ട, രോഹിണി, ഇൻസാറ്റ്. ഉത്തരം ആര്യഭട്ട. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥിയാണ് ചോദിച്ചത്. പാൻക്രിയാസ്, കരൾ, തൈറോയിഡ്, അഡ്രിനൽ. റെഡി? നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗൻ അത് സ്കിന്നാണ്. റെഡി? ഗ്രന്ഥി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അത് കരളാണ്. ലിവർ. ലിവർ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ പഴം ഏതാണ്? മാമ്പഴം, പേരയ്ക്ക, ഓറഞ്ച്, വാഴപ്പഴം. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയത് ഓറഞ്ച് എന്നുള്ള പഴത്തിലാണ്. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ നല്ല ചാലകം ഏതാണ്? ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ. വൈദ്യുതിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നല്ല ചാലകം പ്ലാസ്റ്റിക്, മരം, ചെമ്പ്, റബ്ബർ. അല്ലേ? ചെമ്പാണ്, അതൊരു മെറ്റൽ കൂടിയാണ്, ഓർത്ത് വയ്ക്കാം. തവളയുടെ കുഞ്ഞിനെ എന്താണ് വിളിക്കുന്നത്? ലാർവ, ടാഡ്പോൾ, നിംഫ്, പ്യൂപ്പ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ പൂമ്പാറ്റയുടേതും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. തവളയുടെ കുഞ്ഞിനെ വിളിക്കുന്നത് ടാഡ്പോൾ എന്നാണ്. ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ എത്ര ദിവസം എടുക്കും? 365, 360, 300, 400. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 365 കാലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 365 എന്ന് പറയുന്നു. എ ആണ് ശരിയായ ഉത്തരം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, ബി, സി, ഡി. അപ്പോൾ സൂര്യപ്രകാശം നമുക്ക് അറിയുന്നതാണ്, വിറ്റാമിൻ ഡി കിട്ടും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്തത്, സസ്യങ്ങളുടെ ഏത് ഭാഗമാണ് വെള്ളം ആഗിരണം ചെയ്യുന്നത്? നമ്മൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ? ഇല, പൂവ്, വേര്, തണ്ട്. വേരാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 23. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം DRDO, ISRO, നാസ, ESA. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. റെഡി? ഏറ്റവും കഠിനമായ പ്രകൃതിദത്ത വസ്തു ഏതാണ്? ഇരുമ്പ്, വജ്രം, സ്വർണം, വെള്ളി. ഓർത്തു വയ്ക്കുക, വജ്രം. അവസാന ചോദ്യം, രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? ഹൃദയം, ശ്വാസകോശം, വൃക്ക, ആമാശയം. വൃക്കയാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുത്ത് പഠിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.